ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ 4 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഈ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല. പരീക്ഷയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പഠിക്കാം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ പ്രതിപതനം. അതായത് ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് വീണ് ഈ ഒബ്ജക്റ്റിൽ തട്ടി അതേ മീഡിയത്തിലേക്ക് തന്നെ അത് തിരിച്ചു പോവുക. വന്നു വീഴുന്നു റിഫ്ലക്റ്റ് ചെയ്ത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ദ ലൈറ്റ് ഫോളിങ് ഓൺ ദ സർഫേസ് ഓഫ് എൻ ഒബ്ജക്റ്റ് കം ബാക്ക് ടു ദ സെയിം മീഡിയം. അതായത് വന്ന് വീഴലും അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതാണ് റിഫ്ലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ കുറച്ച് ടേംസ് പരിചയപ്പെടാം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതൊരു പ്ലെയിൻ മിററാണ്. അപ്പോൾ ഈ മിററിൽ പ്രകാശം വന്ന് തട്ടുന്നു. അതായത് ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അതായത് വന്ന് വീഴുന്ന ലൈറ്റിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഇത് ഈ പ്ലെയിൻ മിററിൽ തട്ടിയിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമുക്കിതിൽ പേര് കൊടുക്കാം. എ, ഒ, അതേപോലെ തന്നെ ബി. അപ്പോൾ ഈ എ ഒ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേയും ബി ഒ അല്ലെങ്കിൽ ഒ ബി എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേയുമാണ്. റിഫ്ലക്റ്റഡ് റേ. ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മളോട് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്. നമ്മൾ ഈ റേയുടെ നടുവിൽ ഒരു വര വരയ്ക്കുകയാണ്. അതായത് നോർമൽ എന്ന് പറഞ്ഞ ഒരു വര. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ നോർമലിൻ്റെയും ഈ ഇൻസിഡൻറ്റ് റേൻ്റെയും ഇടയിലുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതായത് ആംഗിൾ എ ഒ എൻ, അതാണല്ലോ ആംഗിൾ. ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ. അതേപോലെ തന്നെ ആംഗിൾ ബി ഒ എൻ, ആംഗിൾ ബി ഒ എൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ. എ ഒ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ ആണ്. അതായത് വന്ന് ചേരുന്ന അല്ലെങ്കിൽ വന്ന് പതിക്കുന്ന റേനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നു. അത് ഈ പ്ലെയിൻ മിററിൽ തട്ടി അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോവാണ്. അത് ഒ ബി എന്ന് നമ്മൾ അടയാളപ്പെടുത്തി. അതാണ് റിഫ്ലക്റ്റഡ് റേ. ഇനി ഇൻസിഡൻറ്റ് റേക്കും റിഫ്ലക്റ്റഡ് റേക്കും നമ്മൾ ഇടയിൽ ഒരു നോർമൽ വരയ്ക്കുകയാണ്. അത് നോർമൽ ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ഈ ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും പറയും. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. എ ഒ കാട്ടിയിട്ട് എന്താണെന്ന് ചോദിക്കും, ബി ഒ എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആംഗിൾ എ ഒ എന്നും ആംഗിൾ ബി ഒ എന്നും എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ എന്നിവയെക്കുറിച്ചുള്ളൊരു ക്ലിയർ കട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ രണ്ട് തരം റിഫ്ലക്ഷൻ ഉണ്ട്. ഫസ്റ്റത്തെ റിഫ്ലക്ഷനാണ് റെഗുലർ റിഫ്ലക്ഷൻ. രണ്ടാമത്തത് ഇറഗുലർ അഥവാ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ പാരലൽ റേസ്. അതായത് ഇവിടെ സ്മൂത്ത് സർഫേസിൽ, ഇതൊരു സ്മൂത്ത് സർഫേസിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെഗുലർ റിഫ്ലക്ഷൻ. പാരലായിട്ട് റേ വന്ന് വീഴുന്നു, അതേപോലെ തന്നെ അവർ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഒന്നിനോട് കൂട്ടിമുട്ടുന്നില്ല. കണ്ട, ഇങ്ങനെയാണ് ആ റേസ് നടക്കുന്നത്. കണ്ട, പാരലായിട്ട് ഒന്നിനോട് കൂട്ടി മുട്ടുന്നില്ല. അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. ഒരേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ പോവുകയാണെങ്കിൽ അത് റെഗുലർ റിഫ്ലക്ഷനും. അതുപോലെ തന്നെ ഒരു റഫ് സർഫേസിലാണ് ഈ റേ വന്ന് വീഴുന്നെങ്കിൽ അവിടെ ഇറഗുലർ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. ഈ ഇറഗുലർ റിഫ്ലക്ഷൻ്റെ മറ്റൊരു പേരാണ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിഫ്ലക്ഷനെ നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷനാണെന്ന് ഓർത്തിരിക്കണം. ഇതെന്ന് പറയുന്നത് ഒരു റഫായിട്ടുള്ളൊരു സർഫേസിലേക്ക്, അതായത് ഒരു സ്മൂത്ത് അല്ല, അതൊരു റഫ് സർഫേസ് ആണെങ്കിൽ പല രീതിയിലാണ് റിഫ്ലക്ഷൻ നടക്കുക. അതായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
ഇങ്ങനെ, അതായത് ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ റേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ആ റേസിനെ നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്നും, പാരലൽ റേ വന്നു പാരലായിട്ട് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ സ്മൂത്ത് സർഫേസിലാണ് നടക്കണമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഇമേജ് ഫോം ചെയ്യാത്തത്, നോ ഇമേജ് ഈസ് ഫോംഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലായിരിക്കും? ഇറഗുലർ റിഫ്ലക്ഷനിലായിരിക്കും ഇമേജ് ഉണ്ടാവില്ല, അവിടെ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് റിഫ്ലക്റ്റഡ് റേ ഇൻസിഡൻറ്റ് റേയോട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഇൻസിഡൻറ്റ് റേ? ഏതാണ് ഇതിലത്തെ ഇൻസിഡൻറ്റ് റേ? വന്ന് വീഴുന്ന ആ ഒരു റേ എന്ന് പറയുന്നത് PO ആണ്. അപ്പോൾ PO ആണ് ഇവിടുത്തെ ആൻസർ. അതുപോലെ തന്നെ വിച്ച് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ? തട്ടി തിരിച്ചു പോകുന്ന ആ ഒരു റേ ഏതാണ്? OQ ആണ് ഇവിടുത്തെ റിഫ്ലക്റ്റഡ് റേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ ഐ വെച്ചിട്ട് നോട്ട് ചെയ്യുന്നു, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് R ആണ്. നമുക്കറിയാം റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇൻസിഡൻറ്റ് റേയുടെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഉണ്ട്. അതായത് റേ വന്ന് വീഴുന്നത് ഇതൊരു പ്ലെയിൻ മിററിലാണ് നമ്മൾ വരച്ചേക്കുന്നത്. പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് അതൊരു സ്മൂത്ത് സർഫേസിലായതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ R. അതായത് സ്മൂത്ത് സർഫേസിൽ വന്ന് വീഴാണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ഈക്വാലിറ്റി അവിടെ ഉള്ളൂ. നമ്മൾ അടുത്ത ഒരു ഇതിൽ ലോസ് ഓഫ് റിഫ്ലക്ഷനെ കുറിച്ച് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, are the incident ray, reflected ray and a normal to the mirror at the point of incident is in different plane? അവർ ഈ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ഡിഫറെൻറ്റ് പ്ലെയിനിലാണോ ഉള്ളത്? അല്ല, അവർ സെയിം പ്ലെയിനിലാണുള്ളത്. ദേ ആർ ഇൻ സെയിം പ്ലെയിൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. രണ്ട് ലോയാണ് ഇതിൽ വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നന്നേ പഠിക്കണം. വെൻ എ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം എ സ്മൂത്ത് സർഫേസ്, ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാണ്, ഒരു സ്മൂത്ത് സർഫേസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമുക്കറിയാമല്ലോ, ഈ നോർമൽ വരച്ചിട്ട് ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അങ്ങനെ സ്മൂത്ത് സർഫേസിൽ തട്ടിയിട്ടാണ് ലൈറ്റ് തിരിച്ചു പോകുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ തൊട്ട് മുമ്പായിട്ട് പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ, ഒന്ന് സ്മൂത്ത് സർഫേസ് ആയിരിക്കണം, റേ ഓഫ് ലൈറ്റ് തട്ടിയിട്ട് തിരിച്ചു പോകുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ ലോ എന്താണ് പറയുന്നത്? ദ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. 3 റേ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇൻസിഡൻറ്റ്, ഒന്ന് റിഫ്ലക്റ്റഡ്, ഒന്ന് നോർമൽ. ഈ 3 റേയും സെയിം പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. നമുക്ക് വരയ്ക്കുന്നത് കറക്റ്റ് ഒരു ഫ്ലാറ്റ് സർഫേസിൽ നമുക്ക് ഈ 3 റേയും വരയ്ക്കാൻ പറ്റും. ഒന്ന് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. ഈ 3 റേയും ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. പരീക്ഷയ്ക്ക് ഡിഫറെൻറ്റ് പ്ലെയിനിൽ ലൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഈ 3 റേയും എങ്ങനെയാണ്? ലൈം ഇൻ ദ അല്ലെങ്കിൽ സർഫേസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ. 3ഉം ഒരേ പ്ലെയിനിൽ തന്നെയാണ് ലൈ ചെയ്യുന്നത്. ഈ 2 ലോസും കറക്റ്റ് സെൻറ്റൻസിൽ പഠിച്ചിരിക്കണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ മിറേഴ്സാണ് യൂസ് ചെയ്യുക, അല്ലേ? ഒരു പ്ലെയിൻ മിറർ യൂസ് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് തട്ടി തിരിച്ചു പോകുന്നു. എന്നാൽ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കൂടുതൽ കിട്ടണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്ലെയിൻ മിറേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ നമ്മൾ 2 പ്ലെയിൻ മിറേഴ്സാണ് യൂസ് ചെയ്യുക. ഈ 2 പ്ലെയിൻ മിറേഴ്സ് വെച്ചിട്ട് ഇവ തമ്മിലുള്ള ആംഗിളിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര ഇമേജസ് അവിടെ ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ പരീക്ഷയ്ക്ക് ഇതൊന്നും ചോദിക്കില്ല. 2 പ്ലെയിൻ മിറേഴ്സ് വെച്ച് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ എത്ര ഇമേജസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ θ മൈനസ് 1 എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. അതായത് 2 പ്ലെയിൻ മിറേഴ്സ് വയ്ക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഒരെണ്ണത്തിൽ തട്ടും, പിന്നെ അടുത്തതിൽ തട്ടും, അങ്ങനെ നമ്പർ ഓഫ് ഇമേജസ് ആണ് അവിടെ ഫോം ചെയ്യുക. അങ്ങനെ നമ്പർ ഓഫ് ഇമേജസിനെ നമ്മൾ n വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ 2 പ്ലെയിൻ മിറേഴ്സ് തമ്മിലുള്ള ആംഗിളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഈ ആംഗിൾ 2 പ്ലെയിൻ മിറേഴ്സ് തമ്മിലുള്ള ആംഗിൾ θ എന്ന് പറയുന്നത്, ഇത് θ എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. θ 90 ഡിഗ്രി ആണെങ്കിൽ
നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 90 മൈനസ് 1. അപ്പോൾ എത്ര വരും? ഇത് വെട്ടുമ്പോൾ 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 എന്ന ആൻസർ കിട്ടും. അതായത് നമ്പർ ഓഫ് ഇമേജസ് ഇവിടെ ഉണ്ടാവുന്നത് 3 ആണ്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് പ്ലെയിൻ ആംഗിൾ ക്രമീകരിച്ചിരിക്കുന്നത് 0 ഡിഗ്രിയിലാണെങ്കിൽ അപ്പോൾ എന്ത് വരും? തീറ്റ 0 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 0 മൈനസ് 1. 360 ഡിവൈഡ് ബൈ 0 കൊണ്ട് എന്ത് ഡിവൈഡ് ചെയ്താലും 0 ആണ് വരിക. പക്ഷേ ഇവിടുത്തെ ഇൻഫിനിറ്റി എന്ന് എഴുതണം. എന്താണ് ഇൻഫിനിറ്റി? അതായത് 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 360/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ തീറ്റ ഇനിയിപ്പോൾ തീറ്റ 120 എന്ന് വിചാരിക്കും. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 120 മൈനസ് 1. അപ്പോൾ എത്ര വരും? 3 മൈനസ് 1 2 എന്ന് ആൻസർ കിട്ടും. ഇനി തീറ്റ 180 വന്നു, തീറ്റ 60 വന്നു. ഈ കാര്യം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. 0 ഡിഗ്രിയിൽ വരാണെങ്കിൽ അത് ഇൻഫിനിറ്റി ആയിരിക്കും. ബാക്കി എന്ത് വന്നാലും തീറ്റ എന്ന ആംഗിളിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് എത്രയാണ് നമ്പർ ഓഫ് ഇമേജസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് പഠിക്കണം. നമുക്ക് ഈ വീഡിയോ അനുബന്ധിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. 2021 SLC മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഇറഗുലർ റിഫ്ലക്ഷൻ. 3-4 സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇറഗുലർ റിഫ്ലക്ഷനോട് മാച്ച് ആവുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പാരലൽ ഇൻസിഡൻറ്റ് റേസ് റിഫ്ലക്റ്റഡ് ആസ് പാരലൽ റേസ് ആണോ? റെഗുലർ റിഫ്ലക്ഷനിൽ മാത്രമേ പാരലൽ റേസ് വരികയും പാരലൽ റേസ് കടന്നു പോവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷനിൽ പാരലൽ റേ എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബി എന്ന് പറയുന്നത് ഈവൻ ത്രോ ദ ഇൻസിഡൻറ്റ് റേ ആർ പാരലൽ ദ റിഫ്ലക്റ്റഡ് റേ ആർ നോട്ട് ഇൻ പാരലൽ. കറക്റ്റാണത്. അതായത് ഇൻസിഡൻറ്റ് റേ പാരലായിട്ട് വന്നാലും ഇവിടെ പാരലായിട്ട് വന്നാലും റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ചിലപ്പോൾ പാരലായിട്ട് പോകണമെന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ആഫ്റ്റർ റിഫ്ലക്ഷൻ നോ ക്ലിയർ ഇമേജ് ഈസ് ഫോംഡ്. കറക്റ്റാണ്. ഇറഗുലർ റിഫ്ലക്ഷനിൽ ക്ലിയർ ഇമേജസ് ഒന്നും ഫോം ചെയ്യില്ല. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഫോർ ഈച്ച് റേ ഈസ് നോട്ട് ഈക്വൽ. ഇറഗുലർ റിഫ്ലക്ഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കുകയില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായത് ഏതൊക്കെയാണ്? ഒന്ന് ബി, സി, ഡി. ഇത് 2021 മോഡൽ എക്സാമിന് ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ റോങ് ഡയഗ്രാം റിലേറ്റഡ് ടു ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓൺ എ പ്ലെയിൻ മിറർ. ഇവിടെ 4 ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ള പിക്ചർ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 4ലും പ്ലെയിൻ മിറേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കി നോർമൽ വരച്ചിട്ടുണ്ട്. 4ലും ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതിൻ്റെ ആംഗിളിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നോക്കി, ഇവിടെ ലൈറ്റ് വന്ന് പതിക്കുന്നത് നോർമലിലാണ്. നോർമലിൽ കൂടെ തന്നെ അത് തിരിച്ചു പോകുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അതാണ് ഈ 2 ആരോ. അപ്പോൾ ആ ഫിഗർ കറക്റ്റ് ആയിരിക്കും. നോർമലിൽ കൂടെ ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ടാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും അങ്ങോട്ട് തന്നെ ഇരിക്കും. അതേ മീഡിയത്തിലേക്ക് തന്നെ ആയിരിക്കും പോവുക. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ആംഗിളും നോക്കേണ്ട ആവശ്യമില്ല. ഇൻസിഡൻറ്റ് റേ ഇവിടെ വന്ന് പതിച്ചു, അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. അതും കറക്റ്റാണ്. പക്ഷേ ഇവിടെ നോക്കി, റേ വന്നേക്കുന്നത്, ഇൻസിഡൻറ്റ് റേ വന്നേക്കുന്നത് നോർമലിലാണ്. നോർമലിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നോർമലിൽ കൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകണം. പക്ഷെ പോയേക്കുന്നത് വേറൊരു വേറൊരു ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഫിഗറാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഇതും കറക്റ്റാണ്. ഇൻസിഡൻറ്റ് റേ വന്ന് പതിച്ചു, റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു അതേ മീഡിയത്തിലേക്ക്. ഇവിടെ പഠിക്കാനുള്ളത് നോർമലിൽ കൂടെ ഒരു റേ വരാണെങ്കിൽ നോർമലിൽ കൂടെ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ ഈ ഒരു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ലോ അനുസരിച്ച് ഈ ഫിഗർ ആയിരിക്കും ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ബാക്കി ഈ എല്ലാ ഫിഗറും കറക്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.